നമസ്കാരം. വ്യവസായി ബോബി ചെമ്മണ്ണൂറിനെ കാക്കനാട് ജയിലിൽ വഴിവിട്ട് സഹായിച്ച സംഭവത്തിൽ 2 ജയിൽ ഉദ്യോഗസ്ഥർക്ക് എതിരെ സസ്പെൻഷന് പുറമെ കേസും. മധ്യമേഖല ജയിൽ DIG അജയ്കുമാർ, എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. ഇരുവർക്കും പുറമെ 4 പുരുഷ ഉദ്യോഗസ്ഥരും 2 വനിതാ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. നേരത്തെ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. റിമാൻഡിൽ കഴിയവേ ബോബി ചെമ്മണ്ണൂറിന്റെ സുഹൃത്തുക്കളുമായി മധ്യമേഖല DIG ജയിലിലെത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെന്നായിരുന്നു ജയിൽ മേധാവിയുടെ കണ്ടെത്തൽ. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടിയായതിനാലാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്നത്. സംഭവത്തിൽ ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. ഇരുവർക്കുമെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. എറണാകുളം ജില്ലാ ജയിലിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥനൊപ്പം ബോബി ചെമ്മണ്ണൂറിന്റെ സുഹൃത്തുക്കളായ 3 പേർ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ബോബിയെ സന്ദർശിച്ചെന്നും ഫോൺ വിളിക്കാൻ സൗകര്യമടക്കം ചെയ്തു കൊടുത്തെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ ചർച്ച ആദ്യം എത്തിയത്. ഇതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും എത്തി. ജയിലിലെ ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ബോബിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം ജയിലിലെത്തിയ മധ്യമേഖല DIG മാത്രം അകത്ത് കയറി. അതിനുശേഷം പുറത്തുനിന്നെത്തിയവരുടെ പേരുകൾ രജിസ്റ്ററിൽ ചേർക്കാതെ അകത്തേക്ക് വിടാൻ സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബിയെ ഇരുത്തി. ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സൂപ്രണ്ടിന് എതിർക്കാനും കഴിഞ്ഞില്ല. കൂട്ടുകാരോട് 2 മണിക്കൂറിലേറെ അവിടെ അദ്ദേഹം സംസാരിച്ചതായിട്ടാണ് സൂചന. ബോബിക്ക് ഫോൺ ചെയ്യാൻ അവസരം നൽകണമെന്ന് കൂട്ടുകാർ പറഞ്ഞു. തുടർന്ന് ജയിൽ രേഖകളിൽ മുൻകാല പ്രാബല്യത്തോടെ തിരുത്തൽ വരുത്തി 200 രൂപ നൽകിയെന്നാണ് കണ്ടെത്തൽ. ഇതും ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കാരണമായിരുന്നു. ബോബി എത്തിയപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു. ജയിൽ ചട്ടം മറികടന്ന് ബോബിക്ക് ഫോൺ വിളിക്കാൻ 200 രൂപ നേരിട്ട് നൽകി. ജയിൽ ചട്ടപ്രകാരം പണം പ്രതി നേരിട്ട് കൊണ്ടുവരികയോ മണി ഓർഡർ വഴി ബന്ധുക്കൾ എത്തിക്കുകയോ ചെയ്യണം. ഈ ചട്ടങ്ങൾ മറികടന്നാണ് പണം നൽകിയത്. ബോബി വന്നപ്പോൾ പണം കൈവശം ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് എഴുതി ചേർത്തുവെന്നാണ് ആക്ഷേപം.